ഒട്ടേറെ ജനപ്രിയ പരമ്പരകൾ സമ്മാനിച്ച ഏഷ്യാനെറ്റിൽ മറ്റൊരു ഹിറ്റ് പരമ്പരയെ മുന്നേറുന്നതാണ് സ്നേഹക്കൂട്ട് എന്ന പരമ്പര. നിരവധി സീരിയലുകളാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ എല്ലാ സീരിയലുകളും ഒട്ടുമിക്ക സീരിയലുകളും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹക്കൂട്ട് എന്ന് പേരിട്ടിരിക്കുന്ന പരമ്പര വികാരങ്ങളുടെയും ബന്ധങ്ങളുടെയും അപ്രതീക്ഷിത വഴിത്തിരിവുകളുടെയും കഥയാണെന്ന് അണിയറക്കാർ പറഞ്ഞിട്ടുണ്ട്. ഈ സീരിയൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനെപ്പറ്റി നല്ലൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. എന്നാൽ സീരിയലുകളിൽ പല താരങ്ങളും പല സമയത്തും മാറാറുണ്ട്. ചില സമയത്ത് പ്രധാന നടനോ നടിയോ പോലും മാറി മറ്റൊരു താരം വരാറുണ്ട്. ഏഷ്യാനെറ്റിലെ ഒട്ടുമിക്ക സീരിയലുകളിലും ഏതെങ്കിലും ഒരു താരമെങ്കിലും പാതി വഴിക്ക് മാറുന്നത് ഒരു സ്ഥിര കാഴ്ച തന്നെയാണ്. പകരക്കാരിയായി അല്ലെങ്കിൽ പകരക്കാരനായി എത്തുന്ന താരത്തെ ആദ്യമൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും പിന്നീട് പ്രേക്ഷകർ അവരെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. ഉദയന്നൂരിലെ പൊന്നുമടം തറവാടിലെ മാധവ മേനോന്റെ കഥയിലൂടെയാണ് ഈ പരമ്പര വികസിച്ചത്. പൂർണിമയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ മുൻ ജോലി ഉപേക്ഷിച്ച് ആരംഭിച്ച പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഉടമയാണ് മാധവ മേനോൻ. മേനോന്റെ ഭാര്യ പൂർണിമ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. മേനോന്റെ ആദ്യ വിവാഹത്തിലെ മകൻ സേതുമാധവനാണ് കഥയുടെ കേന്ദ്രബിന്ദു. പൂർണിമയുമായുള്ള മേനോന്റെ വിവാഹത്തെ തുടർന്ന് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം സേതുമാധവന്റെ കുട്ടിക്കാലം മുതലേ അത്ര രസത്തിലല്ലായിരുന്നു. കുടുംബപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സേതുമാധവൻ സമൂഹത്തിലെ പ്രിയങ്കരനായ വ്യക്തിയായിട്ടാണ് മുന്നേറുന്നത്. കൂടാതെ J&M എന്ന് പറയുന്ന സ്വന്തം ബിസിനസ്സും നടത്തുന്നുണ്ട്. മേനോന്റെയും പൂർണിമയുടെയും 3 പെൺമക്കളാണ് അവന്തിക, ഋതിക, സാത്വിക എന്നിവർ. കഥ വികസിക്കുമ്പോൾ മേനോന്റെ കുടുംബത്തിലേക്ക് കടന്നുവരുന്ന അപ്രതീക്ഷിത വഴിത്തിരിവുകളും സംഭവങ്ങളും തന്നെയാണ് പുതിയ കഥാപാത്രങ്ങളുമൊക്കെയാണ് പ്രേക്ഷകർക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയത്. സേതുമാധവന്റെ പ്രണയ ട്രാക്കും അതിന് അപ്പുറമുള്ള ചില വിവാഹ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും എല്ലാം ഈ സീരിയലിൽ വലിയ അടിത്തറയാണ് പാകുന്നത്. എന്നാൽ ഇപ്പോൾ സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രം മാറുകയാണ്, പകരക്കാരനായി മറ്റൊരു കഥാപാത്രം എത്തുന്നു എന്ന സൂചനയാണ് വരുന്നത്. ആരാണ് മാറുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. സീരിയലിലെ പ്രധാന നടനായ സേതുമാധവനാണോ മാറുന്നത്, അല്ലെങ്കിൽ താരത്തിന്റെ കൂട്ടുകാരനായി എത്തുന്ന താരത്തിന് പകരമാണോ മറ്റൊരാൾ എത്തുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ആരാധകർ ഉന്നയിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഇതിന് യാതൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല. സേതുമാധവനായി എത്തുന്ന ക്രിസ് എന്ന നടന് പകരം ഇനി ഷാനവാസ് എത്തുമോ, സേതുമാധവനായിട്ട് ഷാനവാസ് ആണോ ഇനി എത്താൻ പോകുന്നത് എന്നൊരു സംശയം ആരാധകർ പറയുന്നുണ്ട്.